എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുപ്രീം കോടതിയിൽ സീനിയർ അഭിഭാഷകനെ എമർജൻസി ആയിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. അണ്ണാമല യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതിൽ അണ്ണാമല യൂണിവേഴ്സിറ്റി ഒഴികെ മറ്റ് യൂണിവേഴ്സിറ്റികളായ ഭാരതിയാർ കാമരാജ്, പെരിയാർ ഭാരതിദാസൻ, മദ്രാസ് യൂണിവേഴ്സിറ്റി, മറ്റ് UGC അംഗീകാരം ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ സഹായം അത്യാവശ്യമാണ്. എല്ലാവരും 500 രൂപ വെച്ച് ഫണ്ട് തരിക. സുപ്രീം കോടതി കേസ് നടത്തുന്നതിനായിട്ടാണ് ഫണ്ട് ചോദിക്കുന്നത്. അണ്ണാമല യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ വന്നാലേ സുപ്രീം കോടതിയുടെ ആ ജഡ്ജ്മെന്റ് വെച്ച് UGC അംഗീകാരം ഇല്ലാത്ത മറ്റ് യൂണിവേഴ്സിറ്റികൾക്കും ആ ജഡ്ജ്മെന്റ് വാങ്ങി കേസിന് പോവാം. എല്ലാവരുടെ ആവശ്യമാണ്. അതിനാൽ എല്ലാവരും സഹകരിക്കുക. UGC കേസ് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ വർഷങ്ങൾ ഒരുപാട് എടുക്കും. UGC അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചവരുടെ കാര്യമൊന്നും നടക്കില്ല. ഇക്വലൻസി പ്രശ്നം, ഹയർ എഡ്യൂക്കേഷൻ്റെ വിഷയം, അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിയിൽ നിന്നും റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ റേറ്റ് ആകുന്നു, ആ ഒരു വിഷയവും നേരിടേണ്ടതായിട്ട് വരും. ഇപ്പോൾ തന്നെ 3 വർഷം ആവാൻ പോകുന്നു അണ്ണാമല കേസ് നടക്കാൻ തുടങ്ങിയിട്ട്. UGC കൊടുത്ത കേസിൽ വിധി വരാൻ വർഷങ്ങൾ എടുത്തേക്കാം. കാമരാജ് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ഞാൻ ആഗസ്റ്റ് 7, 2024 ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പാർട്ട് 2. അതിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് സുപ്രീം കോടതി വിധി വന്നാൽ നിങ്ങൾക്കും അംഗീകാരം കിട്ടുമെന്നാണ്. നിലവിൽ കാമരാജ് യൂണിവേഴ്സിറ്റിക്ക് 2015, 16, 18 അംഗീകാരം. കാമരാജ് യൂണിവേഴ്സിറ്റിയിലുള്ളവർക്കും 500 രൂപ ഫണ്ട് ഇടാവുന്നതാണ്. നിങ്ങളുടെ തീരുമാനമാണ് സുപ്രീം കോടതി ഫൈനൽ ജഡ്ജ്മെന്റ് നേരത്തെ വാങ്ങണോ അതോ താമസിച്ച് വാങ്ങണോ എന്നത്. 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ സീനിയർ അഭിഭാഷകനെ ഞങ്ങൾ ഉടൻ തന്നെ. അതുകൊണ്ട് എല്ലാവരും സഹായിക്കേണ്ടതാണ്. എല്ലാവരുടെ ആവശ്യം കൂടെയാണ് അംഗീകാരം വാങ്ങിച്ചെടുക്കുക എന്നത്. അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ മാത്രമല്ല വിഷയം, അതെല്ലാവരും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, അണ്ണാമലയിൽ ഭാരതിയാറും മറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചവർ ഗവൺമെൻറ് സർവീസിലിരിക്കുന്നവരുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ. അവർ ഞങ്ങളെ നമ്പറിൽ വിളിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ സംസാരിക്കും. ഡൗട്ടുകളുണ്ടെങ്കിൽ പബ്ലിക് ഗ്രൂപ്പിൽ ടെലിഗ്രാമിൽ വരിക, അല്ലെങ്കിൽ ന്യായമായിട്ട് കേസിനാവശ്യമായ ഫണ്ട് തരിക. വളഞ്ഞ വഴിയിൽ പോകാതിരിക്കുക. അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഒരു കാര്യം കൂടെ ഓർക്കുക, ഇത് കേരള സ്റ്റേറ്റിൻ്റെ പരിധിയിലുള്ള കേസല്ല, തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ പരിധിയിലുള്ള കേസാണ്. അതുകൊണ്ട് കേരള പോലീസിനൊന്നും ഇടപെടേണ്ട ആവശ്യം തന്നെ ഇല്ല. കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് രേഖാമൂലം, ഇത് കേരള സ്റ്റേറ്റിൻ്റെ പരിധിയിലുള്ള കേസല്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരള പോലീസ് എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത്? പെറ്റീഷനേഴ്സിനെ എല്ലാം പേഴ്സണൽ നമ്പറിൽ വിളിക്കുന്നത് എന്തിനാണ്?